ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനെന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കനാലിൻ്റെ ടൂറാണ്. ഹോം ടൂർ ചോദിച്ചായിരുന്നു ഞാൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ കനാലിൻ്റെ ടൂർ ചെയ്യാമെന്ന് വെച്ചു. കനാലിൽ മുഴുവൻ ഇത് എൻ്റെ വീട്ടിൻ്റെ ബാക്ക് മുഴുവൻ കനാലാണ്. അപ്പോൾ അത് മുഴുവൻ നിങ്ങളെന്നെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കനാലെന്ന് പറയുമ്പോൾ മഴയും കൂടെ പേരപ്പോൾ നല്ല രസമുണ്ട്, കൊതുകും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ കനാൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ്, ഇതൊക്കെ കനാലാണ്. ഇതാ ഇത് മുഴുവൻ അങ്ങുണ്ട്, അങ്ങ് വരെ പോകുമ്പോൾ ഭയങ്കര കാടാണ്. പക്ഷേ ഇവിടെ തൊട്ട് ഞാൻ അങ്ങ് വരെ ഒന്ന് കാണിച്ചു തരാം. അങ്ങ് നീണ്ടു കിടക്കും. ഇതാണ് അപ്പുറത്ത് നമ്മുടെ നെടുങ്ങോല ആശുപത്രി എന്ന് പറയാം കേട്ടോ. ചില ആൾക്കാർക്ക് പറഞ്ഞതായിരിക്കും. ഇതിൻ്റെ അപ്പുറത്താണ് നെടുങ്ങോല ആശുപത്രി. അതിൻ്റെ ഇപ്പുറത്തുള്ള അയ്യുമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പുറത്തോട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇഷ്ടം പോലെ കാടാണ്. അങ്ങോട്ട് പോകണം, അവിടെ പാമ്പും പട്ടിയൊക്കെയുള്ളത് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കനാലിൻ്റെ ഇങ്ങോട്ട് നിങ്ങളെന്നെ കാണിച്ചു തരുന്ന പറഞ്ഞിട്ട് പറഞ്ഞേ. അപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട്, ഈ കനാലിലൊരു പ്രത്യേകതയുണ്ട്, വെള്ളം വരത്തില്ല. രണ്ട് കനാലിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വെള്ളം വരത്തില്ല. ഒരു തവണയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഭയങ്കരമായിട്ട് മഴ വന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടന്ന് വഴി പോകണം. നല്ല ഒഴുക്കുള്ള വെള്ളം അന്ന് വന്നു. ചിലപ്പോൾ നമ്മൾക്കൊരു കുളിച്ചായിരുന്നു, കളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇന്നുമായിട്ട് ഇരുന്ന് വെള്ളം വന്നിട്ടില്ല. എൻ്റെ കാടൊക്കെ കയറി കിടന്നുണ്ട്. എന്താണെങ്കിൽ അവിടെ അതിൻ്റെ സാധനമൊക്കെ തുറന്നിട്ടേക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ വരാത്തത്. അതിനിവിടെ രണ്ടിലാണ് നമ്മുടെ ആശുപത്രി എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് കേട്ടോ. അതാണ്ട് ഇനി കാണാൻ കേട്ടോ, എൻ്റെ പുറകെ വരും. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ കന്നാൻ പോയി നോക്കുന്നത്. അപ്പോൾ കണ്ട് വരുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ കനാലിൻ്റെ വലത് വശത്തെല്ലാം വീടുകളുണ്ട്. ഇടത് വശത്തെ മുഴുവൻ കാട് തന്നെയാണ്. ആശുപത്രി മാത്രമല്ല അപ്പുറത്തോട്ടോ. മൂന്ന് കിടക്കുന്നുണ്ട്. ഉണ്ടല്ലേ ഇവിടെ കുറേ ഇപ്പുറത്തെ വശത്ത് മുഴുവൻ ഞാൻ പറഞ്ഞു കനാലാണ്. കനാലിൻ്റെ ഇതാണ്, ചെടികളൊക്കെയാണ്. ഇപ്പോൾ കാണുന്നുണ്ട് വീടുകളൊക്കെ എന്നെ കാണിച്ചു. എൻ്റെ ക്യാമറമാൻ ഇല്ല കേട്ടോ, ക്യാമറമാനൊക്കെ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പുറത്തെല്ലാം വീടുണ്ട്. ആ കാണുന്നതാണ്, ഇതുകൊണ്ട് ആ കാണുന്നതാണ് എൻ്റെ വീട്. ഞാൻ ഹോം ടൂർ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എത്തണം. ഇതൊക്കെ എന്തൊരു ചെടിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കൊതുക് കൊല്ലാനൊക്കെ ആളുകൾ ഇതൊക്കെ എടുത്തിട്ട് ചെയ്യണം ഞാൻ കണ്ടത്. കൊതുകിനെ കൊല്ലാനായിട്ട് ഇതിങ്ങനെ പിച്ചിട്ട് ആവി ആക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടതെല്ലാം നമ്മുടെ പശുവിനൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല ഇലയാട്ടോ. ഇത് മുറിയും കൈയും വന്നു കണ്ട്. ഇതൊക്കെയാണോ എന്തോ. ഇവിടെ എല്ലാം ഉണ്ട്, ഇല്ലാത്തൊക്കൊന്നുമില്ല. കണ്ട് ഈ കാണുന്നൊരു കനാലും ഈ കാണുന്നൊരു ഓടയുമാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടിടത്തും വെള്ളം വരുന്നില്ല. അപ്പം അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സ്ഥലം എത്തിയത് ഇവിടെ എത്ര ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്ന എനിക്കൊരു പ്രത്യേകത കാണിച്ചിട്ടുണ്ട്. ഈ ചെടി ഉണ്ടോ ചോദിക്കേണ്ടത്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് വെക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊരു വിഷച്ചെടിയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ ഞാൻ നട്ടു നിർത്തിയിരുന്നു. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ വെച്ചെടിയാണെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാം ഞാൻ എല്ലാം പറിച്ച് കളഞ്ഞിട്ടത് മാറിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഞാൻ ഇതിന് ഇഷ്ടം പോലെ നിൽക്കുന്ന കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീടിന് നേരെ ഇഷ്ടം പോലെ ഉള്ളത് ഇത് ക്യാമറമാൻ ഓടി വരും. അതൊന്ന് കാണിക്കട്ടെ. ഇതാണ്ടാണ് ഇഷ്ടമാണ്. പല ചൊറി വരും കേട്ടോ. ഈ രണ്ട് നല്ല വർക്കൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ചൊറി വരികയിലേക്ക് അതൊന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ പൂവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു മുള്ളുള്ള ചെടി. ഈ കാണുന്നതാണ് ആ മുള്ളുള്ള ചെടിയുടെ പൂവെന്ന് പറയുന്നത്. അത് വാടി നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ വണ്ടേ നിൽപ്പുണ്ട്. പക്ഷേ എൻ്റെ മുള്ളായതുകൊണ്ടാണ് ഞാൻ പിടിക്കാൻ പോകാത്ത. കൈ കൊണ്ട് കയറിയ പഴുത്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പോകാത്തട്ടോ. എന്നിട്ടൊരു പൂ നിൽപ്പുണ്ട്, ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങ് ഒറ്റ നിൽക്കുന്നൊരു പൂവാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലാണ്ട് ഇതാണ്. എല്ലാവരും ചിലരൊക്കെ വീട്ടിൽ കാണും കേട്ടോ. ഞാൻ ചില യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വിൽക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാണ്, ഇത് മുഴുവൻ ഇതാണ്. എന്തിൻ്റെ ഗുണമാണെന്ന് എനിക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ കൺവെൻസ് വെച്ചാൽ കേട്ടോ. ഈ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് തന്നാൽ ഈ കാട്ടിൽ തന്നെ എല്ലാം ഉണ്ട്. എൻ്റെ കൺവെൻസ് വെച്ചുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണം അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. മുറിവ് എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് എടുത്ത് തേച്ച് കൊടുക്കുന്നു. ഇപ്പം എനിക്ക് മുറിവൊന്നുമില്ല. ഓക്കെ, ഇത് വട്ടയിലുണ്ട്. ഇഷ്ടം പോലെ കപ്പയ്ക്കുണ്ട്. കപ്പയ്ക്കെന്ന് പറയുമ്പോഴാണ് ഇഷ്ടം പോലെ വേൾഡ് ചിക്കനാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ കപ്പയ്ക്കുണ്ട്. പിന്നെ നമുക്ക് കാണിക്കാണ്ട് ഇത് ബട്ടർഫ്ലൈ ചെടി എന്നാണ് പറയുന്നത്. ഇത് ഇത്തവണ പോകുന്ന ബിസിൽ നിന്ന് ബട്ടർഫ്ലൈ ചെടി നമുക്ക് നല്ലുള്ള എനിക്ക് ഞാൻ അങ്ങോട്ട് കാണും. ഞാനും വരാം. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്താണ് ഇത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കാണുന്നതാണ് പോകുന്നത്. ഈ കാണുന്നുണ്ടോ കണ്ടോ. കണ്ടൽക്കാട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് അപ്പുറത്ത്. അയ്യോ കണ്ടെങ്കിൽ താന്ന് നിൽക്കുക. പക്ഷേ ഞാൻ കണ്ടൽക്കാടിൽ പോയിട്ടില്ല, വേറെ കാര്യമാണ്. അപ്പോൾ കണ്ടൽക്കാട് നോക്കുന്നത് എത്ര എനിക്ക് നല്ല ഇഷ്ടമാണ്. പുളിയില എത്ര ഒരു പുളിയില കഴിച്ചിട്ടുണ്ട്. കഴിച്ചാൽ ഇഷ്ടം പോലെ കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് പുളിയില കഴിക്കും. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ സീതപ്പഴം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കൊന്നും ഇല്ല, പക്ഷേ സീതപ്പഴത്തിൻ്റെ മരമാണിത് കേട്ടോ.
ഇഷ്ടംപോലെ പിടിച്ചാൽ പിടിക്കുന്നതാണ്. ചെറുതൊന്നും പിന്നെ ഞാൻ കാണിച്ചു തരാൻ ഇത് നമ്മുടെ കശുവണ്ടി. ഇതൊക്കെ കാട്ട് നിൽക്കുന്ന ഓരോരുത്തരും വീട്ടിൽ കൊണ്ട് നടന്നു കേട്ടോ. പക്ഷെ ഇതങ്ങനെയല്ല, കാട്ട് ഇഷ്ടം പോലെ ഇല്ലാത്തൊന്നും ഇല്ലാണ്ട് കണ്ടോ. ഇതൊക്കെ നമ്മുടെ കശുവണ്ടി പിടിക്കുന്നതാണ്. പിന്നെ ഇതാണ് കശുവണ്ടിയാണ്. ഈ കനാലിൻ്റെ എൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണിട്ടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് അറ്റം വരെ പോകണം. അതുകൊണ്ട് ഞാൻ ഒരു അങ്ങറ്റം വരെ പോയിട്ടില്ല. ഈ കനാലിനൊരു തുടക്കമുണ്ട് ഒടുക്കമുണ്ട് അല്ലേ, എന്തിനും ഒരു തുടക്കം ഒടുക്കം കാണും. പക്ഷേ നമുക്ക് ഒടുക്കത്തിൻ്റെ തന്നെ ഒടുക്കത്തിന്നല്ല വന്നിരിക്കുന്നത്. അങ്ങ് അറ്റം വരെ ഒത്തിരി പാടാണ്. കാടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഗൈസ്. വാമചേരി ഉണ്ടോ പേര് എടുക്കോ. അപ്പോൾ ഗൈസ് ഇതാ ഈ കാണുന്നതാണ്. ഈ വലതുവശത്ത് ആൾ താമസമുണ്ട്, ഇടതുവശത്ത് ഒന്നുമില്ല. അപ്പോൾ അതാ ഇഷ്ടം പോലെ മുരിങ്ങയില ഇട്ടുണ്ട്. ഈ കാണുന്ന മരുന്ന് ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ടോ. പല പല ഇതുണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ, സൂചിച്ചതൊക്കെ ആനയുടെ പടം, തത്തയുടെ പടം, പല പല പടങ്ങൾ ഇത് വരച്ച് വെച്ച് കൊത്തി വെച്ച് ഞാൻ കാണുന്നില്ല ഗൈസ്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആ ഹരീസിലേക്ക് എഴുതി വെച്ചേക്കാണ് കാണുന്നത്. ഓക്കെ ഗൈസ്, ഇഷ്ടം പോലെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞു. വീടൊക്കെ ഇവിടെ ആരും പക്ഷേ വരത്തില്ല. ഇതിൻ്റെ പ്രകൃതങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാൻ വീഡിയോ ഗായ്സ്. ആ വാഴക്കൊലയൊക്കെ എനിക്കുണ്ട്. ഇതെല്ലാം കനാലിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ കനാലിൽ വരും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ പട്ടിയുടെ കടി ഗായ്സ് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യ. അപ്പോൾ ഇതാ ഇവിടെ പെട്ടെന്ന് വെയിൽ വരുന്നത്, സൂര്യൻ തന്നെ അടിക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണല്ലോ കപ്പയ്ക്കതിനകത്ത് മാങ്ങ പിടിച്ചിരിക്കണമെന്ന് തോന്നില്ലേ ഗായ്സ്. ഇതെല്ലാം മാങ്ങമരമാണ്. ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ. വെയിൽ വന്ന് അടിക്കുന്നതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല ക്യാമറ. അതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് പോയിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തത് അങ്ങ് ഒറ്റം വരെയും കനാലാണ്. അങ്ങോട്ട് പോകാൻ പരിദർശനമാണ്. നിങ്ങൾ നോക്കി അവിടെ അത്രയും കാടാണ്. ഇപ്പോൾ അങ്ങോട്ട് പോയി ഇഷ്ടം പോലെ കാട് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് നമ്മൾ പോകാത്തത്. നമുക്കൊരു അങ്ങോട്ട് പോകാത്ത ഒറ്റ കാര്യം അതാണ്. ഇനി പോകണ്ട കേട്ടോ. ഇനി അങ്ങ് പോയ വല്ല അറിയാൻ പറ്റത്തില്ല. ഓടാൻ പറ്റുന്നുണ്ട്. ആ കാണാൻ കേട്ടോ, നമ്മുടെ ടവറൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വെയിലുള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അവിടെയൊക്കെ കൊലയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. എല്ലാം ഉണ്ട്, ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ നെടുങ്ങോല ആശുപത്രിയാണ് ആ കാണുന്നത്. നമ്മുടെ ഷുഗർ ചീരയാണ് കേട്ടോ ഗൈസ്. നല്ലതാണ് ഷുഗർ ചീര. തോരൻ വെച്ച് കഴിക്കാറുണ്ട്, തേങ്ങയൊക്കെ ഇട്ട് തോരനിട്ടുണ്ട്. ഇതുണ്ട് ഗൈസ്, ഇവിടെയൊക്കെ നമ്മൾ പണ്ടിരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അതിവിടെ ഇങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് പേടിയാണ്. പാമ്പാ തിരയെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ്, ഇവിടെ വന്ന് ഇവിടെ നിൽക്കും. നമുക്ക് ഇരുന്ന് കളിക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചാടി അപ്പുറത്തും ചാടി ഇപ്പുറത്തും ചാടി നമ്മൾ കളിക്കാറുണ്ട്. ഓക്കെ, അവിടെയൊക്കെ നല്ല രസമാണ്. നമുക്ക് റീൽസൊക്കെ എടുക്കാൻ നല്ല രസം. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകത്തില്ല, എനിക്ക് പേടിയാണ്. പാമ്പൊന്നും ഉണ്ടാകുന്നത് ഞാൻ പോകാറില്ല. ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ആൾ താമസം ഇല്ലാത്ത വീടുകളാണ് ഈ കാണുന്നതെല്ലാം. എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ കറക്റ്റായിരുന്നെന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചക്കയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് പേടിക്കണം, കാടാണ്, എല്ലാം ഉള്ളതാണ് നമുക്ക് പേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇറങ്ങത്തില്ല. അങ്ങനെ അല്ലേ, ഇവിടെ കാക്കയും പൂച്ചയും എല്ലാം ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ, സീ യു.